ഹായ് ഹലോ നമസ്കാരം. മുംബൈയിലൊരു ഇവൻറ്റ് സെൻറ്ററിലാണ്. ഇവിടെ വരാനുള്ള കാര്യം എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സ് തങ്ങളുടെ ട്രക്ക് ശ്രേണിയിൽ ഒരുപാട് വാഹനങ്ങൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. വാഹനം എന്ന് പറയുമ്പോൾ ചെറിയത് മുതൽ വലുത് വരെ 21ഓളം വണ്ടികളുടെ ഒരു ലിസ്റ്റ് അവർ പറഞ്ഞു. ഏകദേശം 14 വണ്ടികളുടെ കാണാനുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ വണ്ടികളെ ഒന്ന് കണ്ടു നോക്കാം. അതായത് ഒരു ഗ്ലിംസ് പോലെ ഈ വണ്ടികളുടെ കാര്യങ്ങൾ തന്നെ പറയാം. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മീഡിയാസും ഒരുപാട് ഡീലേഴ്സുമായിട്ട് ഒരു റഷ് തന്നെയാണ് ഇവിടെ ഉള്ളത്. കൂടാതെ വണ്ടികൾ നിർത്തിയിട്ടുണ്ടല്ലോ. ഈ ഇവൻ്റ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിരുന്നു. മനോഹരം എന്ന് പറയുമ്പോൾ കല അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു കലാകാരന്മാരുടെ അകമ്പടിയോടെ എല്ലാ വണ്ടികളും ഒന്ന് ലോഞ്ച് ചെയ്തൊക്കെ ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നുണ്ട്. എന്തായാലും ഓരോ വണ്ടികളും ചെറുതായിട്ടൊന്ന് കാണാനേ പറ്റുള്ളൂ. അപ്പോൾ എന്താ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്വാഗതം. We have been introducing state-of-the-art technologies for the benefit of all stakeholders. Cabins, telescopic steering, mechanically suspended seats, और sleeper berths. अब ड्राइवर प्रोडक्टिविटी होगी और भी ज़्यादा. Tata Truck. With a 5.7-liter CNG engine developed on a modular platform.
ഈ വാഹനങ്ങളെ കുറിച്ച് പറയുമ്പോഴേ ഒരു ഗ്ലിംസ് തരാമെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ 407 ആ ഒരു ലുക്കുള്ള 710 SK തുടങ്ങാം. അതായത് നിർത്തിയിട്ടേക്കുന്ന ഒരു താളമുണ്ട്. അതായത് 1, 2, 3, 4 പല കളറുകളിൽ ഇങ്ങനെ ജെംസ് മിഠായി പോലെ ഈ ഒരു ട്രക്കുകൾ എടുത്ത് കാണാം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു ബോർഡിലുണ്ട്. നിങ്ങൾ പോസ് ചെയ്ത് വായിച്ചോളൂ, കാരണം എല്ലാം പറയാൻ നിൽക്കുന്നില്ല. എനിക്ക് ഈ ഒരു വണ്ടികളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഒരു വണ്ടി എന്ന് പറയുന്നത് 407 ഈ ഒരു മോഡലുള്ള ഈ ഒരു 710 SK തന്നെയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് 610 LPK എന്ന് പറഞ്ഞ മോഡലുണ്ട്. ഈ ഒരു മോഡലിൻ്റെയും ആ ഒരു ബോർഡിൽ കാണാം. അതായത് കളർ കോഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ വണ്ടികൾ മഞ്ഞയും അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ ഇവൻ്റെ ഒരു പ്ലാൻ ചെയ്യുന്നത്. കൂടാതെ K14 Ultra എന്ന് പറഞ്ഞാൽ ആ ഒരു വണ്ടി കൂടി കാണാം. K14 Ultra എന്ന് പറയുന്നത് ഒരിത്തിരി കൂടി വലുതാണ്. അപ്പോൾ ആ വണ്ടിയെ കമ്പയർ ചെയ്യുമ്പോൾ അതായത് ചെറുത് മുതൽ വലുത് വരെയാണ് നിരത്തിയിട്ടിരിക്കുന്നത്. ഇവിടെയും ആ ഒരു സ്പെസിഫിക്കേഷൻ ഷീറ്റ് ഉണ്ട്, നിങ്ങൾ വായിച്ചോളൂ. അതായത് ആ ഒരു കണ്ണാടി അടക്കം എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഈ ഒരു വണ്ടികളിൽ സേഫ്റ്റി ഫീച്ചേഴ്സ് ADAS അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് പല വണ്ടികളിലും. അപ്പോൾ 12 LPT ആണിത്. FE എന്ന് പറയുന്നത് ഫ്യൂവൽ എഫിഷ്യൻ്റ് എന്നുള്ളതാണ്. 3.3 റേഞ്ചിനുള്ള ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്യൂവൽ എഫിഷ്യൻസി തന്നെയാണ്. കൂടാതെ 28.8% ഗ്രേഡബിലിറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് 15-12 LPT FE ആണ്. അതായത് FE എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആ ഒരു ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വണ്ടിയുടെ ശ്രേണിയെ വിളിക്കുന്ന ആ ഒരു പേരാണ് FE എന്ന് പറയുന്നത്. അതിൻ്റെയും ആ ഒരു സ്പെസിഫിക്കേഷൻസ് നമുക്ക് ബോർഡിൽ വായിക്കാനേ പറ്റുള്ളൂ. ഏകദേശം ഒരു 390 Nm 125 PS ആണ് ആ ഒരു പവർ ടോർക്ക് ഫിഗറുകൾ എന്ന് പറയുന്നത്. 3.3 ലിറ്റർ എഞ്ചിനാണ് ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒരു രൂപം കാണാം. അപ്പോൾ ആളുകൾ ഒരുപാടുണ്ട്, നമുക്ക് ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ ബോഡികളൊക്കെ തന്നെ എടുത്ത് കാണിക്കാനും വഴിയില്ല, കാരണം അങ്ങനെ കാണിക്കാനായിട്ട് സ്ഥലവും ഇല്ല, സൗകര്യമില്ല ഇവിടെ. ഇതൊരു വലിയ ഹാളാണ്. ഈ ഹാളിൽ പക്ഷേ ഈ വണ്ടികൾ വരുമ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വണ്ടികൾ കിടക്കുന്നത് ഒരു ചെറുപ്പം തോന്നിക്കും. ഇത് 15-12 LPT എന്ന് പറഞ്ഞ മോഡലാണ്. ആ മോഡലിൻ്റെ ആ ഒരു സ്പെസിഫിക്കേഷനാണ് ഈ കാണുന്നത്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് അൾട്രയിലേക്ക് പോകണം. അൾട്ര എന്ന് പറയുമ്പോൾ അൾട്രയുടെ ഒരു വീഡിയോ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇപ്പോൾ അൾട്ര CX എന്ന് പറഞ്ഞ മോഡലാണത്. ആ ഒരു ബോഡിയൊക്കെ കിട്ടിയ ആ ഒരു മോഡലാണ് കേട്ടോ. അൾട്ര CX ആണത്. ഈ അൾട്ര CXൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിക്ക് 155 PS പവറും 450 Nm ടോർക്ക് എന്ന് പറയുന്നത് കേട്ടോ. അൾട്ര TX എന്ന് പറയുന്നത് SUV ലൈക്ക് കംഫർട്ട് എന്നാണ് ടാറ്റ മോട്ടോഴ്സ് പറയുന്നത്. അതായത് ഉയർന്ന ഒരു സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. കൂടാതെ ഈ വണ്ടി ഞാൻ ഓടിച്ചിട്ടുണ്ട്, എൻ്റെ 4 വീൽ വേരിയഷൻ ഞാൻ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കാരണം കുറച്ചുകൂടി അധികമായിട്ട് പറയാൻ പറ്റും. 155 PS 450 Nm ആ ഒരു പവർ ടോർക്ക് ഫിഗർ എന്ന് പറയുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് കഥ മാറാണ്. അതിന് മുമ്പ് ഞാൻ അൾട്രയുടെ ഒരു സൈഡ് ബോഡി കൂടി ഒന്ന് കാണിക്കാം കേട്ടോ. ചെറുതിൽ നിന്നും വലുതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുതിൽ നിന്നും വലുതിലേക്ക് എന്ന് പറയുമ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലായതുകൊണ്ടാണ് ഈ നടുവിലിട്ടാണ്. അതായത് പൂരങ്ങൾക്ക് ആനയൊക്കെ എഴുന്നള്ളിക്കുമ്പോൾ ഏറ്റവും തലപ്പൊക്കൾ ആന നടുവിൽ നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ 2 വശത്ത് നിർത്തുമല്ലോ. അതുപോലെ ഏറ്റവും വലിയ ട്രക്കുകളായിട്ട് ഈ ട്രെയിലർ ട്രക്കുകളായിട്ടുള്ള പ്രൈമയും അല്ലെങ്കിൽ സിഗ്നയുമാണ് നടുവിൽ നിൽക്കുന്നത്. ഇത് പ്രൈമയുടെ 55-30 എന്ന് പറയുന്ന മോഡലാണ്. അതായത് പ്രീമിയം ടഫ് ഡിസൈനുള്ള ഒരു എയറോഡൈനാമിക് ഡിസൈൻ എന്ന് പറയുന്നത്. അതായത് എയറോ കോർണേഴ്സും ന്യൂ ഫേഷ്യയൊക്കെയുള്ള ഒരു വണ്ടി, കയറാൻ കണക്ക് എളുപ്പമുള്ള പുതിയ സ്റ്റിയറിംഗ് വീലുള്ള പുതിയ സ്റ്റിയറിംഗ് മൗണ്ട് സ്വിച്ചസ് ഉള്ള 7 ഇഞ്ച് ടച്ച് സ്ക്രീനുള്ള മോഡലാണ്. ഈ ഒരു വണ്ടിക്കാണ് ആ ഒരു അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ADASൻ്റെ കാര്യം പറയുന്നത്. അതായത് കൊളീഷൻ മിറ്റിഗേഷൻ സിസ്റ്റവും ലെയിൻ ഡിപ്പാച്ചർ വാണിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ ESP പോലുള്ള കാര്യങ്ങളുണ്ട്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം. ഇനി അത് മാത്രമല്ല ഡ്രൈവർ മോണിറ്റർ സിസ്റ്റം, ഡ്രൈവർ ഇറങ്ങി പോകുന്ന മോണിറ്റർ ചെയ്യാനുള്ള ഹൈ എൻഡ് ട്രക്കുകൾ കാണുന്ന കാര്യങ്ങളുണ്ട്. കൂടാതെ ആ ഒരു കൊളീഷൻ മിറ്റിഗേഷൻ ഒരു നല്ല കാര്യമാണ്. ഇനി ഇതിൻ്റെ തന്നെ ടിപ്പർ അവിടെ കാണാം. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ട്രെയിലർ ട്രക്കാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പിൻഭാഗത്തേക്ക് നമുക്ക് പറ്റും. അകത്ത് കാണാൻ പറ്റില്ല, എല്ലാ വണ്ടി ലോക്കലാണ്, കാരണം അവിടെ ഒരു ജനപ്രവാഹമുള്ളതുകൊണ്ടേ കണ്ടോ. ഈ ഒരു വലിയ വീലും ആ ഒരു ടാങ്കുകളും കൂടാതെ ആ ഒരു സ്പെയർ വീല് കൂടാതെ ഈ ഒരു വീലുകളൊക്കെ തന്നെ കാണാം. ഇതിൻ്റെ പിൻഭാഗം കൂടി കാണിക്കാം. അതായത് നമുക്ക് കാണിക്കുന്നതിന് പരിമിതികളൊന്നുമില്ല, നമുക്ക് എവിടെ വേണമെങ്കിൽ കാണിക്കാം. അകത്ത് കയറാൻ മാത്രമേ ഉള്ളൂ ലിമിറ്റേഷൻ തോന്നുന്നു. എന്തായാലും ഈ വണ്ടികളൊക്കെ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യും, അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രശ്നമായിട്ട് കാണണ്ട. ഇനി വലിയ ഒരു എയർ ഫിൽറ്റർ ആ ഒരു ഭാഗം കണ്ടില്ലേ, ഈ ഒരു വീലിൻ്റെ മുകളിൽ ആ ഒരു മെക്കാനിസം എന്താണുള്ളത് അടുത്ത വീഡിയോയിൽ കണ്ടുപിടിച്ച് പറയാം കേട്ടോ. ഇതും ലോക്കഡാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. യെസ്, ഇത് ലോക്കഡാണ്. സോറി. പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് പോലുള്ള കാറുകൾക്ക് സമാനമായ ഫീച്ചേഴ്സും ഈ ഒരു പ്രൈമ അല്ലെങ്കിൽ ഈ പ്രൈമ സീരീസിൻ്റെ പ്രത്യേകത കേട്ടോ. ഇത് പ്രൈമ സീരീസിൻ്റെ 35-30 K90 സ്കൂപ്പ് എന്ന് പറഞ്ഞ മോഡലാണ്. ഇതും ആ ഒരു നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. കൂടാതെ വാഷബിളായിട്ടുള്ള ട്രിംസും അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ഫീച്ചേഴ്സൊക്കെ തന്നെ ശരിക്കും നമുക്ക് വണ്ടി ഓടിച്ചോ കൂടെ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ആ ഒരു ലോഞ്ച് ഇവൻ്റ് കണ്ട കാര്യങ്ങളൊക്കെ പറയുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു 6.7 ലിറ്റർ കുമ്മിൻസ് എഞ്ചിനുള്ള മോഡലാണ്. ആ ഒരു കുമ്മിൻസ് എഞ്ചിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 224 kW ഇതിൻ്റെ പവർ. കൂടാതെ
1100 Nm എന്ന് പറയുന്ന ഭീകരമായ ടോർക്കുമുള്ള ഒരു വണ്ടിയാണ്. ടിപ്പറാണ് കേട്ടോ. ആ ടിപ്പറിൻ്റെ തൊപ്പിയുള്ള ഭാഗമെല്ലാം കണ്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലയെടുപ്പുള്ള ആന നടുവിൽ നിൽക്കുന്ന പോലെ തലയെടുപ്പുള്ള വണ്ടി നടുവിൽ നിർത്തിയാണ്. ഈ സ്പെസിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം. ഞാൻ ആ ഒരു സ്പെസിഫിക്കേഷൻ്റെ ഒരു കാര്യം ഇവിടെ അങ്ങനെ കാണിക്കാം. ഇനി സിഗ്ന സീരീസാണ്. പ്രൈമ സീരീസ് കഴിഞ്ഞാൽ ഈ സിഗ്ന സീരീസിൻ്റെ 5530S എന്ന് പറയുന്ന മോഡലാണിത്. ഈ ഒരു മോഡലിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഇതും ആ ഒരു കുമ്മിൻസിൻ്റെ 6.7 ലിറ്റർ എഞ്ചിനുള്ള മോഡൽ തന്നെയാണ്. ശരിക്കും വലിയ ഒരു ട്രെയിലർ ട്രക്ക് എന്ന് പറയാം കേട്ടോ. സിഗ്ന 5530S എന്നുള്ള ബോർഡ് കാണാം. ഇതിന് പ്രൊജക്ടർ ഹെഡ്ലാമ്പ് ഇല്ല, സാധാ ഹാലോജൻ ഹെഡ്ലാമ്പാണ്. ഈ ഹാൻഡിക്കോം പാറ്റേണുള്ള ഗ്രില്ലും അല്ലെങ്കിൽ ആ ഒരു വലിയ ടാറ്റലോകത്തിന് കാണാം. കൂടാതെ ഹെഡ്ലാമ്പും ആ ഒരു ബമ്പറൊക്കെ തന്നെ കണ്ടില്ലേ. ഇതിൻ്റെയും സ്പെസിഫിക്കേഷൻ നിങ്ങൾക്കൂടെ വായിക്കാട്ടോ. ഇനിയുള്ളത് സിഗ്നയുടെ തന്നെ 1918. ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് 0 എമിഷൻസ് ലക്ഷ്യമിട്ട് ടാറ്റ മോട്ടോഴ്സ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പെട്രോൾ ഡീസൽ അല്ലാണ്ട് വേറെ ആൾട്ടർനേറ്റീവ് ഫ്യൂൽ ഓപ്ഷൻസ്. അപ്പോൾ CNG ആണ് ഈ വണ്ടി. സിഗ്ന 1918 എന്ന് പറയുന്നത് CNG മോഡലാണ്. ഏകദേശം ഒരു ഫുൾ CNG ടാങ്കിൽ 1000 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. കൂടാതെ എന്താ പറയുക, ഓട്ടോമാറ്റിക് മിസ്ഫയർ ഡിറ്റക്ഷനും ഓട്ടോമാറ്റിക് ഷട്ട് ഓഫ് വാൽവ്സും ഉണ്ട്. അപ്പോൾ സേഫാണ് എന്നാണ് പറയുന്നത്. കൂടാതെ എന്താ പറയുക, സിഗ്ന ക്യാബും LPT കോൾ വേർഷനും ഉണ്ട്. ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് 5.7 ലിറ്റർ SGI CNG BS6 എഞ്ചിനാണ്. 180 HP 650 Nm ആണത്. കൂടാതെ ഈ ഒരു വണ്ടിക്ക് ഫുൾ എയർ എസ്കാം ബ്രേക്സ് ആണുള്ളത്. കാണുമ്പോൾ ശരിക്കും ആ ഒരു സിഗ്നയുടെ പോലെ തോന്നും, പക്ഷേ CNG ആണെന്നുള്ളതാണ്. അപ്പോൾ CNG ടാങ്കുകളുടെ വലിപ്പം കാണിക്കണം. CNG ടാങ്കുകൾ എന്ന് പറയുന്നത് വശങ്ങൾ നമുക്ക് കാണാമെന്ന് പറയുമ്പോൾ ഈ ഒരു ടാങ്കുകളുടെ ആ ഒരു വെച്ചേക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലേ, വലിയ ബോഡി ആയിട്ടുള്ള ആ ഒരു വണ്ടി. ആൾട്ടർനേറ്റീവ് ഫ്യൂവലിൻ്റെ ആവശ്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇലക്ട്രിക്കും അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ നിരത്തുകളെ കീഴടക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ട്രക്കുകളിലേക്കും അങ്ങനെയുള്ള ഫ്യൂലും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ടെന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ട് തന്നെ പറയാം. CNG വേഷനിൽ അടുത്ത ഒരു വണ്ടി നമ്മൾ കാണാൻ പോകുന്നത് ആ സിഗ്നയുടെ 2818 CNG എന്ന് പറയുന്ന മോഡലാണ്. 1000 കിലോമീറ്ററാണ് മറ്റു വണ്ടി റേഞ്ചെങ്കിൽ ഇതിന് 700 കിലോമീറ്ററാണ് ഒരു ഫുൾ CNG ടാങ്കിൽ. ഫുൾ ഒറ്റ ടാങ്ക് എന്ന് പറയാൻ പറ്റില്ല, മൾട്ടിപ്പിൾ ടാങ്കുകളാണ് ഫില്ല് ചെയ്യുന്ന ഒറ്റയാണെങ്കിൽ കൂടി മൾട്ടിപ്പിൾ ടാങ്കുകളാണ്. ഇതിനും ആ ഒരു എഞ്ചിൻ തന്നെയാണ്, 5.7 ലിറ്റർ എഞ്ചിൻ തന്നെയാണ്. ഇപ്പോൾ രൂപത്തിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. ആ റേഞ്ച് കുറവാണെന്നുള്ളതാണ് ഒരു വ്യത്യാസം തോന്നുന്നത്. കൂടാതെ വിലയും വ്യത്യാസം ഉണ്ടായിരിക്കും. വിലയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ വേറെ കാര്യമൊക്കെ പിന്നെ പറയാം. ഇനി ഇതിനും ആ ഒരു പ്രൊജക്ടർ ഹെഡ്ലാമ്പ് അല്ല, സാധാ ഹെഡ്ലാമ്പ്സ് ആണെന്നുള്ളത് ഒരു നോട്ടീസുള്ള കാര്യമാണ്. കൂടാതെ വലിയൊരു ബമ്പറും ഒക്കെ തന്നെ കാണാം കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും ചെറുപ്പത്തിലേക്ക് വരും. നടുവിലെത്തിയപ്പോൾ ശരിക്കും വലിയ വണ്ടികളായിരുന്നില്ലേ. ഇനി വീണ്ടും ചെറുതിലേക്ക് വന്നു. ഇത് അൾട്രയുടെ ആ ഒരു T12G എന്ന് പറയുന്ന മോഡലാണ്. അതായത് 125 PS 420 Nm എഞ്ചിനുള്ള ഏകദേശം 3.8 ലിറ്റർ എഞ്ചിനുള്ള SGI BS6 എഞ്ചിനാണ്. അപ്പോൾ ഇതും ആ ഒരു അൾട്രയുടെ ആ ഒരു കാറ്റഗറി പെടുന്ന വണ്ടിയാണ് കേട്ടോ. വലിയ ഗ്ലാസ് ഏരിയയും ആ SUV ടൈപ്പ് ഓഫ് ഉള്ള ഒരു സീറ്റ് എന്നൊക്കെയാണ് കമ്പനി പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഇനി ഈ ഒരു വണ്ടിക്ക് ശരിക്കും മറ്റ് വണ്ടികളുമായിട്ട് നോക്കുമ്പോൾ നല്ല ചെറുപ്പമുണ്ട്. അതായത് ചെറിയ വീലൊക്കെ തന്നെ. അപ്പോൾ എഫിഷ്യൻ്റ് ആണ് വണ്ടി എന്നുള്ളത് കാണുമ്പോൾ തോന്നുന്നുണ്ട്. ഇനി വണ്ടി ഓടിച്ച് റിവ്യൂ ചെയ്യുമ്പോൾ കൂടുതൽ പറയാൻ പറ്റുള്ളൂ. സ്പെസിഫിക്കേഷൻ വേണമെങ്കിൽ ഇവിടെ നോക്കാം. പിന്നെ ഈ അൾട്രാ സീരീസിലെ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് CNG ആണ്. 576 ലിറ്റർ CNG ആണിത്. അപ്പോൾ ആ ഒരു CNGയുടെ ഒരു കാര്യം എന്ന് പറയുന്നത് വലിയ വണ്ടികൾ മാത്രമല്ല ചെറിയ വണ്ടികളിലും CNG വന്നു തുടങ്ങിയിട്ടുണ്ട്. കാറുകൾ നമ്മൾ കണ്ടു. അപ്പോൾ ട്രക്കുകളിൽ CNG ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എഫിഷ്യൻ്റായിട്ട് വണ്ടി ഓടിക്കുന്നത് ഗുണമായിട്ട് കാണാം. അപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഒരു ബോംബ് തന്നെയാണ് പൊടിച്ചിരിക്കുന്നത്. അതായത് ഒരുപാട് വണ്ടികൾ ഒരു ഒറ്റ ലോഞ്ചിൽ ഇറക്കിയിട്ട് ശരിക്കും മാർക്കറ്റിലൊരു ഓളം ഉണ്ടാക്കാനുള്ള ശ്രമം തന്നെയാണ്. കൂടാതെ 1512G LPT എന്നുള്ള ആ ഒരു CNG മോഡലിവിടെ ഉണ്ട്. ഇത് 700+ കിലോമീറ്റർ റേഞ്ച് പറയുന്നത്. ആ ഒരു അശോക് ലാലിൻ്റെ പാർട്ട്ണർ പോലെ ആ ബോഡി ഉണ്ടല്ലേ, ആ ബോഡി നമ്മൾ പറയാനുള്ള കാര്യം നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെക്ക് എന്ന് പറയുമ്പോൾ 125 PS ഏകദേശം ഒരു എന്താ പറയുക 3.8 ലിറ്റർ എഞ്ചിനാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയും അത്യാവശ്യം വലിയ കപ്പാസിറ്റി ഉള്ള വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ലോക്കൽ ഓട്ടങ്ങൾക്കല്ല, കുറച്ചധികം ഓട്ടം ഉണ്ടെങ്കിലും 700+ കിലോമീറ്റർ ആ ഒരു CNGയിൽ ഓടാമെന്നുള്ളത് ഒറ്റ ഫുൾ ടാങ്കിൽ അല്ലെങ്കിൽ ഒറ്റ ഫുൾ ഫില്ലിങ്ങിൽ ഓടാമെന്നുള്ളത് ഗുണമായിട്ട് കാണാം. കൂടാതെ ഈ ഒരു വണ്ടിക്കും ആ ഒരു പഴയ കാല ടാറ്റ വണ്ടികളുടെ ഒരു ലുക്ക് ഉണ്ടെന്നുള്ളത് ഒരിത്തിരി നൊസ്റ്റാൾജിക് ആണെന്നുള്ളത് പറയാം. അപ്പോൾ ഈ ഒരു ശ്രേണിയിൽ ഇന്ന് കണ്ട വണ്ടികളിൽ ഈ ഒരു വണ്ടിയിലാണ് നമ്മളിന്ന് അവസാനിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. 709G LPT XT എന്ന് പറയുന്ന ഈ ഒരു മോഡലും CNG ആണ്. അതായത് ഈ ഒരു വണ്ടിക്ക് 3.8 ലിറ്ററാണ് ആ ഒരു എഞ്ചിൻ്റെ കപ്പാസിറ്റി. കൂടാതെ സേഫായിട്ടുള്ള ഒരു ക്യാബിൻ ഉണ്ടെന്നാണ് പറയുന്നത്. ന്യൂ ജനറേഷൻ ടെലിമാറ്റിക്സോട് കൂടിയ 25% ഗൈഡബിലിറ്റി ഉള്ള ബെസ്റ്റിംഗ് ക്ലാസ് ലോഡിംഗ് ഏരിയ ഉള്ള ഈ ഒരു വണ്ടിയിലാണ് നമുക്ക് ഈ ഒരു എന്താ പറയുക വാക്കറൗണ്ടിൻ്റെ ഒരു ലാസ്റ്റിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ടാറ്റ മോട്ടോഴ്സ് ഒരു വിപ്ലവം തന്നെയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. അതായത് ഒരുപാട് വണ്ടികൾ ഒരേ സമയം ഇറക്കിയിട്ട് ആ ഒരു മാർക്കറ്റിൽ ഒരു ഓണം സൃഷ്ടിച്ച് ഒരുപാട് എന്താ പറയുക വിൽപ്പന ഇങ്ങോട്ട് എടുക്കാനുള്ള പണി തന്നെ ആയിരിക്കും. എല്ലാ വണ്ടികളും ഒന്നിനൊന്നും മെച്ചമെന്നുള്ളതാണ് ഈ ഒരു
കണ്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഇത് ഓടിച്ചു നോക്കണം, ഓടിച്ചു നോക്കിയതിനെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റുള്ളൂ. എനിക്ക് പക്ഷേ ഒരു ചെറിയൊരു കാര്യം കൂടി ഉണ്ട് ഉള്ളതെന്ന് പറയുന്നത് ആ ഒരു 407 മോഡലുള്ള വണ്ടിയുണ്ടല്ലോ, ആ വണ്ടിയുടെ ക്യാബിനിൽ ഒന്ന് കയറി ഇരിക്കണം എന്നൊരു ചെറിയ ഒരു ആഗ്രഹമുണ്ട്. അത് അൺലോക്ക് ആണെന്ന് നോക്കട്ടെ. എല്ലാ വണ്ടിക്കും അകത്ത് കയറുന്ന ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു വണ്ടിയുടെ അകത്ത് കയറാതെ എങ്ങനെയാണ് വീഡിയോ അവസാനിപ്പിക്കുക. അപ്പോൾ ആ 407 തനതായ ഒരു ലുക്ക് നമുക്ക് ഈ വണ്ടിക്ക് കാണാം. അതായത് ആ ചവിട്ട് പടി അടക്കം എല്ലാം ആ ഒരു പഴയ ഓർമ്മ ഉണ്ടാക്കുന്നത്. കൂടാതെ എഞ്ചിൻ നിൽക്കുന്ന ആ ഒരു ഭാഗം, ഗിയർ ലിവറിൻ്റെ പൊസിഷനിങ്, സീറ്റ്, സ്റ്റിയറിംഗ് മാത്രം മാറി കൂടാതെ പിടിച്ച് കയറി അകത്തേക്ക് കയറാം എന്നുള്ളത് ഒരു ഗുണമാണ്. അകത്ത് കയറി ഇരുന്ന് കഴിയുമ്പോഴാണല്ലേ ആ ഒരു പഴയ ഡാഷ്ബോർഡ് സ്റ്റൈലിനാണ്. കാലികമല്ല, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു ലെജൻഡറി അല്ലെങ്കിൽ ക്ലാസിക് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതാണ് ഈ ഒരു വണ്ടിയുടെ അകത്തെ കാര്യമെന്ന് പറയുന്നത്. പുതിയ കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു ഡോറിൽ. കൂടാതെ ഈ ഒരു 24 hours കസ്റ്റമർ സപ്പോർട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ കാര്യമാണ്. ഇത് ടിപ്പറാണ്, മഹീന്ദ്ര ലോഡിംഗ് ഒക്കെ പോലുള്ള ഒരു ടിപ്പറാണ് ഈ വണ്ടി. അപ്പോൾ തിരക്കൊന്നും ഒഴിഞ്ഞ സ്ഥിതിക്ക് ഇതിൻ്റെയും ഒരു അകത്ത് വേണമെങ്കിൽ ഒന്ന് കയറി നോക്കാം. അതായത് എല്ലാ വണ്ടിക്കകത്തുള്ള ഒരു പ്രൊവിഷൻ ഇല്ല കേട്ടോ, കയറുന്നില്ല. അപ്പോൾ ഇതാണ് 710 SK, കൂടാതെ ഇതാണ് 610 LPK എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പവലിയും കാണാൻ പറ്റുമോ? നമ്മൾ ഓട്ടോ എക്സ്പോയിലൊക്കെ പോയി കാണുന്ന പോലെ ഒരുപാട് വണ്ടികളുടെ ലോഞ്ച് ഒരേ സമയം നടത്തിയിട്ട് ഒരുപാട് വണ്ടികൾ ഒരേ സമയം നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ടാറ്റ മോട്ടോഴ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു സംഗതി എന്ന് പറയുന്നത് ഈ ഒരു ലോഞ്ചായിരുന്നു, ലോഞ്ചിലെ വണ്ടികളായിരുന്നു. ഈ ലോഞ്ചിൽ കണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഓട്ടോണമസ് ആയിട്ടുള്ള ആ ഡ്രൈവിംഗ് ഒക്കെ വരുന്ന കാലത്ത്, അല്ലെങ്കിൽ അങ്ങനത്തെ വാഹനങ്ങൾ വരുന്ന കാലത്ത്, ലോകത്ത് വരുന്ന കാലത്ത് നമുക്ക് ADS പോലുള്ള കാര്യങ്ങൾ എന്തൊക്കെ കിട്ടുന്നു എന്നുള്ളത്. കൂടാതെ ഞാൻ പറഞ്ഞില്ല ആ ഒരു കൊളീഷൻ മിറ്റിഗേഷൻ പോലുള്ള കാര്യങ്ങൾ, കൂടാതെ ഫ്ലീറ്റ് എഡ്ജ് എന്ന് പറഞ്ഞുള്ള മൊബൈൽ കണക്ടിവിറ്റി, അതായത് ആപ്പ്. ഇപ്പോൾ ഈ ഒരു വണ്ടി വാങ്ങുന്ന ആളുകൾ ഡ്രൈവേഴ്സ് വെച്ച് യൂസ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് മൊബൈൽ ആപ്പിൽ അറിയാനുള്ള കാര്യമൊക്കെ ഒരു ഗുണമായിട്ട് കാണാം. അതായത് മിസ്യൂസുകളൊക്കെ കുറയും. അതുമാത്രമല്ല ഇപ്പോൾ ഇന്ധന നഷ്ടമൊന്നും ഉണ്ടാവില്ല. പഴയ കാലത്ത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, എല്ലാവരും ചെയ്യുന്നതല്ല, ഇന്ധന നഷ്ടമൊക്കെ കേട്ടിട്ടുണ്ട്, മൈലേജ് ഇല്ലായ്മയൊക്കെ കേട്ടിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാഹനങ്ങളാണ് ഇതൊക്കെ തന്നെയും. അതുമാത്രമല്ല ഈ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാഹനങ്ങളിൽ ഇതുപോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഇത്തിരി കൂടി എന്താ പറയുക, ഓണസ്റ്റ് പെർസ്പെക്റ്റീവ് ആണെങ്കിലും അല്ലെങ്കിൽ ഡ്രൈവർക്കാണെങ്കിലും യൂസബിൾ ആയിരിക്കും. ഇപ്പോൾ AC പോലുള്ള കാര്യങ്ങൾ, അതുപോലെ എന്താ പറയുക, വണ്ടി ഓടിക്കാനായിട്ട് എളുപ്പം. അപ്പോൾ ഡ്രൈവർക്ക് എഫർട്ട് കുറവാണ്. കാരണം നമ്മൾ ടാക്സി ഓടിക്കുന്ന ആളുകളാണെങ്കിലും ലോറി ഓടിക്കുന്ന ആളുകളാണെങ്കിലും ട്രക്കാണെങ്കിലും എല്ലാം തന്നെ ലളിതമായിട്ട് വാഹനം ഓടിക്കുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ മിതമായ നിരക്കിൽ ഓടിക്കുക എന്നുള്ള ഒരു ഗുണമായിട്ട് കാണാം. AC പോലുള്ള കാര്യങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഡീഫോൾട്ടായി വരുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ വാഹനങ്ങളിൽ CNG ഒരു വിപ്ലവമായിരിക്കും. അതുപോലെ എന്താ പറയുക, ഈ കൊളീഷൻ മിറ്റിഗേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു നല്ല കാര്യമായിട്ട് കാണുന്നുണ്ട്. കൂടാതെ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വാഹനങ്ങളും മൾട്ടി ഫ്യൂവലും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും എല്ലാം കൂടി ഒരു വീഡിയോ പറയാൻ പറ്റില്ല. അടുത്ത വീഡിയോയിൽ വണ്ടി വീഡിയോ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും വിശദമായി പറയുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ മോട്ടോഴ്സ് അവരുടെ ട്രക്ക് ശ്രേണിയിൽ ഒരുപാട് വണ്ടികൾ പുറത്തിറക്കിയിട്ടുണ്ട്. ആ വണ്ടികളിൽ ഏകദേശം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 14 മോഡലുകൾ നമ്മളൊന്ന് കണ്ടു, നടന്ന് കണ്ടു. അതായത് വെറും രൂപം അല്ലെങ്കിൽ ആ സ്പെക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്തായാലും ഈ വണ്ടികളൊക്കെ തന്നെ റോട്ടിലെടുത്ത് ഓടിക്കാൻ പറ്റുന്നു. ഓടിക്കുമ്പോൾ ആ വണ്ടികളിലൊക്കെ വിശദമായ കാര്യങ്ങൾ പറയാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെട്ടു എന്ന് തന്നെ കരുതുന്നത്. ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറൊക്കെ നമ്മൾ എന്തിനും അറിയാലോ. അപ്പോൾ അടുത്ത വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.